അല്ല ഈ ചിങ്ങം സാർ എവിടെ പോയി കിടക്കുക? ഇതുവരെ വന്നില്ലല്ലോ. വിഷമിക്കല്ലേ മോട്ടു, ഇവിടെ എവിടെയെങ്കിലും കാണും. ശരി, നിങ്ങളുടെ പാക്കിംഗ് ഒക്കെ ഫുള്ളും കഴിഞ്ഞല്ലോ അല്ലേ? ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റൂമിൽ വെച്ചിട്ടുണ്ട്. ചായയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോയി ബാഗ് എടുത്തിട്ട് നേരെ പാരീസിലേക്ക് പോവാന്നേ. പൊളിച്ചെടുത്തല്ലോ. എനിക്ക് ഈ ലണ്ടൻ നഗരം വിട്ടു പോവാൻ തീരെ മനസ്സ് വരുന്നില്ല ചേട്ടാ. എന്ത് മോട്ടവും പത്രവും എല്ലാം പാക്ക് ചെയ്ത് വെച്ചെന്നോ? വെരി ഗുഡ്. ഇനിയാണ് കളി ചൂട് പിടിക്കുന്നത്. വെരിനടാ രണ്ടുപേരും. ഇത് കഥകല്ലടാ. ആ ഇതാണ് മോട്ടു പത്ലുവിന്റെ റൂം. എന്താ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ? ഇതൊന്നും എനിക്ക് തികയില്ലല്ലോ. ഞാനല്ല നമുക്ക് തൽക്കാലം ഒളിയാം. അല്ല മോട്ടു, ഈ ബാഗിൽ നിന്ന് എത്രയും ഭാരം വന്നത്? എനിക്ക് തോന്നുന്നത് വല്യേട്ടനും കസീട്ടാറാമും അവരുടെ തുണിയൊക്കെ ഇതിലിട്ടിട്ടുണ്ടെന്നാണ്. അവരൊക്കെ പോയോ? സെക്യൂരിറ്റി, അവരുടെ ബാഗ് ചെക്ക് ചെയ്യണം. അവരുടെ ബാഗ് നോക്കുമ്പോ സംശയം വരുന്നില്ലേ? നമ്മുടെ പണി കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ സർ, നിങ്ങളുടെ ബാഗ് ഒന്ന് തുറന്നു കാണിക്കാമോ? എന്താടോ ഞങ്ങള് കള്ളന്മാരാണെന്ന് കരുതിയോ താൻ? ഇല്ല സർ, അങ്ങനെ ഒരിക്കലും ഇല്ല. ഇത് ഞങ്ങളുടെ ഹോട്ടലിന്റെ പോളിസിയാണ്. എന്തിനാ മോട്ടു നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അദ്ദേഹം നോക്കിക്കോട്ടെ, അത് അവരുടെ ജോലിയല്ലേ. വേഗം തുറക്കൂ. എന്താ ഇത്? റൂമിലുണ്ടായ എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണോ? ഇല്ലില്ല, ഇത് വേറെ ആരോ ആണ് ചെയ്തത്. ഞങ്ങള് കള്ളന്മാരല്ല. എത്രയും പെട്ടെന്ന് പോലീസിനെ ഫോൺ ചെയ്യ്. ഞങ്ങള് കള്ളന്മാരല്ല ചേട്ടാ, പിന്നെന്തിനാ പോലീസിനെ വിളിക്കുന്നത്? ഇല്ല, ഞങ്ങൾ തീർച്ചയായിട്ടും പോലീസിനെ വിളിക്കുന്നതാണ്. പത്ലു, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാ. നമ്മൾ ജയിലിലേക്കൊന്നും പോവരുത്. പക്ഷെ ഇത് നമ്മളല്ല ചെയ്തതെന്ന് തെളിയിക്കുകയും വേണം. അതെ, ഞങ്ങള് കള്ളന്മാരല്ല. പക്ഷെ അത് എങ്ങനെയാ മോട്ടു? എങ്ങനെയാ? നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഓടിക്കോ പത്ലു. അവർ ഓടി രക്ഷപ്പെടുന്നു. പിടിക്ക്. അയ്യോ, എന്താ ഇങ്ങനെ കറങ്ങുന്നേ? അല്ല, ഈ മോട്ടു എവിടെ പോയിരിക്കാ? എന്റെ മോട്ടു അതിനകത്ത് കിടന്ന് ചുറ്റിക്കറങ്ങാതെ വേഗം പുറത്തേക്ക് വരാൻ നോക്ക്. ഞാനെത്തി. എന്റെ കൂട്ടുകാരെവിടെ? അവര് പുറത്താണ്. പക്ഷെ നീ ജയിലിന്റെ അകത്തേക്കാണ് പോകാൻ പോകുന്നത്. ഇപ്പൊ എനിക്ക് ജയിലിൽ പോകാനുള്ള മൂടൊന്നുമില്ല. താങ്ക് യു. പറഞ്ഞത് വേഗം വാ മോട്ടു. അടിച്ചവരുടെ ഷേപ്പ്, അടിച്ചവരുടെ എന്റെ ബ്രോ, അവര് വിടണം. അവര് കള്ളന്മാരല്ല, ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഓ, അങ്ങനെയാണോ? എന്നാ നിങ്ങളും അടി വാങ്ങിക്കേ. എനിക്ക് വേദനിക്കുന്നു. അല്ല, അവർ രണ്ടാളും ഇവിടെ പോയി. നോക്കി, അവരെ ഓടി രക്ഷപ്പെടുകയാണ്. വരൂ, നമുക്ക് അവരെ പിടിക്കാം. മോട്ടു, നമ്മള് പുറത്തേക്കല്ല, ഹോട്ടലിനകത്തേക്കായിരുന്നു ഓടേണ്ടിരുന്നത്. ആരാണോ നമ്മളെ കുടുക്കിയത് അയാൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ. ശരി, വാ, നമുക്ക് ആ മരത്തിന്റെ പുറകിൽ പോയി ഒളിക്കാം. വേഗം വാ മോട്ടു. അവന്മാർ ഓടുന്നു. പിടിക്കവന്മാരെ. എവിടെ പോയ കള്ളൻ? എന്നോട് പറ, ഞാൻ അവനെ പിടിക്കാം. എവിടെ അവൻ? അവർ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ തന്നെ പോയി പിടിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനെ വിളിക്കേണ്ടി വരും. നോക്കൂ, ഇവരാണ് കള്ളന്മാർ. എന്റെ അമ്മോ, മോട്ടു പത്ലു കള്ളനാണെന്നോ? ഇതൊരിക്കലും സംഭവിക്കില്ല. ഞാനത് വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. ഇത് നോക്കൂ ചിങ്ക സാറേ, സാധാരണ ടോയ്ലറ്റ് ഐറ്റംസ് അല്ലേ എല്ലാവരും കക്കാറ്. ഇവരാണെങ്കിലോ TV, ഷോപ്പീസ് എല്ലാം കട്ടെടുത്തിരിക്കുന്നു. എന്റെ അമ്മോ, ഐ കാൻ ബിലീവ് ദാറ്റ്. മോട്ടു പത്ലു ഒരിക്കലും കക്കില്ല. അതെ, ഒരിക്കലും ഇല്ല. എന്നത് ഇവരൊക്കെ കള്ളന്മാരുടെ ഫ്രണ്ട്സാ. രക്ഷപ്പെടുന്നതിന് മുമ്പ് ഇവരെ പിടിച്ച് ചാക്കിലാക്കി.
ചേട്ടാ എന്റെ ചങ്ങ എന്റെ ബ്രോ സിംഗം സാർ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. വേഗം വരൂ, ശരിക്കത്തെ കള്ളനെ നമുക്ക് പിടിക്കണം. ഇവരെന്റെ കൂട്ടുകാരാണ്, അല്ലാതെ കള്ളന്മാരല്ല. ആ കള്ളനെ ഞാൻ എന്തായാലും പിടിച്ചിരിക്കും. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്, അറിയാമല്ലോ, എംപോസിബിള്. ദേ അവരോടുന്നു, പിടിക്കവന്മാരെ. ചിങ്കം സാറേ, നിങ്ങളുടെ തലയെന്താ ഇങ്ങനെ താണിരിക്കുന്നത്? അതൊന്നും നേരെ വെച്ചോടെ നിങ്ങക്ക്. അതെ, നിങ്ങളുടെ പ്രവർത്തനം കാരണം ഞാനിപ്പോ തല കുടിഞ്ഞ് നിൽക്കേണ്ടി വന്നു. നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ചിങ്കം സാറേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ശരിക്കുള്ള കള്ളന്മാരെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവന്മാർ ഇവിടെ തന്നെ ഉണ്ട്. അവന്മാരാണ് ഞങ്ങളെ കുടുക്കി കളഞ്ഞത്. കക്കുന്നത് ഒരുത്തൻ, തല്ലുകൊള്ളുന്നത് നമ്മളും. ഞാൻ ചെറുപ്പത്തിൽ എത്രയോ അടി മേടിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ എവിടെയും കിട്ടിയിട്ടില്ല. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാനും ഇത്ര തല്ല് കൊണ്ടിട്ടില്ല. പത്ലു, ഇതാണ് CCTV റൂം. നമുക്ക് ഇതിനകത്ത് പോയേ പറ്റൂ. പക്ഷേ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെടുക്ക? ആ കള്ളന്മാരെ പിടിച്ചിരിക്കുന്നു, അങ്ങോട്ട് പോകൂ. ആ ശരി. പത്ലു, അത് കണ്ടില്ലേ? കാർപ്പറ്റ് അടി കൂടെ എന്തോ വരുന്നത്. ദേ, അതാരാണ് നോക്കിയേ, നല്ലപോലെ നോക്കിയേ. അല്ല, ഇത് നമ്മുടെ ജോണല്ലേ? മോട്ടു, ആ ജോൺ തന്നെയാണ് നമ്മളെ കുടുക്കിയിരിക്കുന്നത്. ദേ അങ്ങോട്ട് നോക്ക്, അകത്തേക്ക് പോകുന്നു. അതിനുശേഷം അവൻ പുറത്തേക്കും വന്നു. ഞാൻ ജോണിനെ വെറുതെ വിടൂല. ജോൺ, എന്റെ അമ്മോ, എന്റെ മോട്ടു എന്തായി ചെയ്തത്? വീഡിയോ മുഴുവനും ഡിലീറ്റ് ചെയ്തോ? ഇനി ഇതിലൊന്നും ഉണ്ടാവില്ല. എല്ലാ തെളിവുകളും നീ നശിപ്പിച്ചില്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? പത്ലു, എടുത്തു ചാടി ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ കേൾക്കൂ. ഞാനൊരു ഇന്റർനാഷണൽ CID ഓഫീസറോട് ഇപ്പൊ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മോഷണ കേസ് അദ്ദേഹം തന്നെ തീർത്തു തന്നോളും. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അദ്ദേഹം വരുന്ന സമയത്ത് പോകുന്നതിനെ കുറിച്ച് സംസാരിക്കൂ. അദ്ദേഹത്തിനെ പോകാൻ അനുവദിക്കരുത്. അയാളെ പോകാതെ തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോട്ടലിൽ എല്ലാവർക്കും നല്ലൊരു പേര് കിട്ടും. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ നിങ്ങളുടെ എല്ലാ സെക്യൂരിറ്റി ഓഫീസേഴ്സിനും നിങ്ങൾ അയച്ചു കൊടുക്കണം. ശരി ശരി, ഓക്കെ ഓക്കെ, എല്ലാവർക്കും അയച്ചു കൊടുത്തു. വെരി ഗുഡ്. എന്നിട്ട് സർ വരൂ വരൂ. നിങ്ങളൊരു ഇന്റർനാഷണൽ CID ഓഫീസർ ആണെന്ന് ഞങ്ങൾക്ക് അറിയാം സർ. എന്താ ഇവൻ പ്ലീസ് പറയുന്നത്? ഇരിക്കൂ ഇരിക്കൂ. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് സാറിന് ടിഫിനും കോഫിയും കൊണ്ടുവരൂ. ഇതൊന്നും വേണ്ട. ഇത് CID സാർക്കുള്ളതാണ്. ഇല്ലല്ല, എനിക്കൊന്ന് വേഗം പുറത്തു പോണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സർ. സാർ വളരെ കുറച്ചാണ് കഴിച്ചത്. എനിക്ക് നല്ല തിരക്കുണ്ട്, ഞാൻ പോണം. സർ സർ പ്ലീസ്, ഞങ്ങളുടെ കേസ് ഒന്ന് സോൾവ് ചെയ്ത് തരൂ. ജോണി, how are you? ജോണി, ജോണി, പറ മോട്ടോ. കളവ് കാണിച്ചോ നീ? ഇല്ല മോട്ടോ. സത്യം പറഞ്ഞേ. നോ മോട്ടോ. ഓപ്പൺ യുവർ മൗത്ത്, അല്ലെങ്കിൽ നിന്റെ കഥ ഞങ്ങൾ തീർക്കും. ഇവർ രണ്ടുപേരെയും ഞാനാണ് കുടുക്കിയത്. ഇവരുടെ ബാഗിൽ എല്ലാ സാധനങ്ങളും വെച്ചത് ഞാനാണ്. ഇയാൾ കാരണം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. 2 മിനിറ്റ് സാർ, ഇയാളോടൊന്ന് എനിക്ക് ശരിക്കും ചോദിച്ചു മനസ്സിലാക്കണം. ആ കൊണ്ടുപോയിക്കോളൂ, ഉടനെ കൊണ്ടുപോയിക്കോളൂ. എന്നാ നമുക്ക് പോയാലോ? വേണ്ട, രക്ഷിക്കണേ ചിങ്ങൻ സാർ, രക്ഷിക്കണേ. അയ്യോ, ഇത് ഇന്റർഗേഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ തുണി തിരുമുന്ന പോലെ പിഴിഞ്ഞെടുത്തല്ലോ. ചിങ്ങൻ സാർ, എന്നെ ജയിലിലിടൂ, ദയവ് ചെയ്ത് ജയിലിലിടൂ. എന്നെ രക്ഷിക്കണേ, എന്നെ ജയിലിൽ കൊണ്ടുപോയിടൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.